ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം സ്വപ്നത്തിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. ആ മൂർഖൻ പാമ്പ് വന്ന് തൻ്റെ കയ്യിൽ കൊത്തുന്നതായിട്ട് താൻ കാണുകയുണ്ടായി. സ്വപ്നം കണ്ടപ്പോൾ ഭയപ്പെട്ടു. എന്നാൽ അദ്ദേഹം ചോദിക്കുന്നത് ഈ സ്വപ്നത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ്. അനേകർ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നു. ബൈബിളിൽ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു വചനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ തന്നെ പാമ്പിനെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പാമ്പ് പിശാചാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശേഷിച്ചും 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ആ സർപ്പം എന്ന് പറയുന്നത് പിശാചാണ്. പൗലോസും അത് പരാമർശിക്കുകയാണ്. അങ്ങനെ ചില പരാമർശങ്ങൾ, പാമ്പുകളെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ബൈബിളിലും കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരികയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ പോകുകയാണെങ്കിൽ 16-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ 17 മുതൽ വായിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇങ്ങനെ പാമ്പുകളെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ബൈബിളിൽ പല ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ടെന്നാൽ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 3 സ്രോതസ്സുകളിൽ നിന്ന് സ്വപ്നങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണൻ തന്നെയാണ്. നമ്മുടെ പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന സ്വപ്നങ്ങൾ, അതിന് മനസ്സിന് നല്ലൊരു പങ്കുണ്ട്. മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ചിന്തകളെ ഉണ്ടാക്കുക എന്നതല്ലേ. പകൽ അതിനെ തോട്ട് ഫാക്ടറി എന്ന് വിളിക്കുവാൻ കഴിയും, രാത്രിയിൽ വേണമെങ്കിൽ അതിനെ ഡ്രീം ഫാക്ടറി എന്ന് വിളിക്കുവാൻ കഴിയും. പകൽ 24 മണിക്കൂറും നമ്മുടെ മനസ്സ് ചിന്തകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ആ ചിന്തകൾ നമ്മൾ സ്വപ്നങ്ങൾ പോലെ കാണുന്നു. ചിന്തകൾ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ചിന്തകൾ ദൃശ്യവൽക്കരിക്കപ്പെടുവാൻ തുടങ്ങുന്നു. പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന ആ സ്വപ്നങ്ങളെ പ്രാണന്റെ അവസ്ഥ, മനസ്സിൻ്റെ ആ അവസ്ഥ സ്വാധീനിക്കും. പകൽ മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയത്, ആ ചിന്തകൾ ചിലപ്പോൾ സ്വപ്നങ്ങളായി വരുവാനുള്ള സാധ്യതയുണ്ട്. ഭയങ്ങൾ സ്വപ്നങ്ങളായി വരും, ആകുലതകൾ സ്വപ്നങ്ങളായി വരും, പിരിമുറുക്കങ്ങൾക്ക് സ്വപ്നങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയും. സമ്മർദ്ദങ്ങളോ ആകുലതകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയും. പ്രാണബന്ധങ്ങൾക്ക് ചിലപ്പോൾ സ്വപ്നങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയും. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ. ഈ പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന സ്വപ്നങ്ങൾ, വിവിധങ്ങളാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന സ്വപ്നങ്ങളുടെ പിന്നിലുണ്ട്. അവിടെയാണ് സഭാപ്രസംഗിയിലെ ഈ വാക്യം പ്രസക്തമായി തീരുന്നത്. സഭാപ്രസംഗി അതിൻ്റെ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ സ്വപ്നബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വർദ്ധതയുണ്ട്.
സ്വപ്നബഹുത്വത്തിൽ എന്തുണ്ട്? വർദ്ധതയുണ്ട്. എല്ലാ സ്വപ്നങ്ങളും, പ്രാണൻ നൽകുന്ന സ്വപ്നങ്ങളൊന്നും നമ്മൾ ഓർത്തിരിക്കാറില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ മുൻപിലില്ല. ആ പ്രാണനിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങൾക്കൊന്നും യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ സ്വപ്നങ്ങളും വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. ചില സ്വപ്നങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കും. ഞാൻ കണ്ട ചില സ്വപ്നങ്ങൾ അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ആ സ്വപ്നത്തിൽ കണ്ട ആ സന്ദേശം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത ദിവസം കണ്ട ഒരു സ്വപ്നം അത് സംഭവിച്ചില്ല. അതിൻ്റെ എതിർവശം കണ്ട സ്വപ്നത്തിൻ്റെ എതിരാണ് സംഭവിച്ചത്. ഞാൻ കണ്ടത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈ കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ജയിക്കുന്നതായിട്ട് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. ഒരാൾ വിളിച്ചു പറയുന്നു, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറയുന്നു, അദ്ദേഹം ജയിച്ചു എന്ന് പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ ആ സ്വപ്നത്തിൽ തുള്ളിച്ചാടുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. എന്നാൽ അദ്ദേഹം തോറ്റുപോയി. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. കണ്ട സ്വപ്നത്തിൽ ഞാൻ അദ്ദേഹം ജയിച്ചതായി കണ്ടു, വളരെ വ്യക്തമായി കണ്ടു. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു, ഞാൻ സ്വപ്നം കണ്ടതല്ലേ, അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആ സ്വപ്നം നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ സ്വപ്നങ്ങളും, നിങ്ങൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും അതുപോലെ സംഭവിക്കണമെന്ന് ഇല്ല. അവിടെ ഈ വാക്യത്തിന് ഒത്തിരി പ്രസക്തിയുണ്ട്. സ്വപ്ന ബഹുത്വത്തിൽ വർദ്ധതയുണ്ട്. എന്നാൽ ചില സ്വപ്നങ്ങളെ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ആ സന്ദേശം മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്വപ്നങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണൻ തന്നെയാണ്. രണ്ടാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിൽ നിന്ന് സ്വപ്നങ്ങൾ വിശേഷിച്ചും ദൈവമക്കളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമോ സാധ്യത പല നിലകളിൽ ഉണ്ടാകുവാൻ ഉള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതയിൽ ഒന്നെന്ന് പറയുന്നത് ജനറേഷനലായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വാതിലുകൾ തുറക്കപ്പെട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആ വാതിലുകൾ ഉപയോഗിച്ചുകൊണ്ട് പിശാചുക്കൾ ചിലപ്പോൾ സ്വപ്നങ്ങളെ കൊണ്ടുവരുവാൻ അവ ശ്രമം നടത്തും. സോൾ ടൈസ് മൂലം, പ്രാണബന്ധങ്ങൾ മൂലം ചിലപ്പോൾ അവ സ്വപ്നങ്ങളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിക്കും. ഇനി സിനിമ കണ്ടാൽ മതി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൊറർ ഫിലിം കാണുന്നു. ദൈവവൈതലാകുന്ന നിങ്ങൾ ഒരു ഹൊറർ ഫിലിം കാണുകയാണെങ്കിൽ ആ ഹൊറർ ഫിലിമിനെ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ, അതൊക്കെ വാതിലുകളാണ്, ആ വാതിലുകളെ ഉപയോഗിച്ചുകൊണ്ട് ദുരാത്മാക്കൾ സ്വപ്നങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ അയക്കുവാൻ സാധ്യതയുണ്ട്. പാപം ചെയ്താൽ മതി. രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ മനഃപൂർവ്വം പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപം മുഖാന്തരമായിട്ട് പിശാചുക്കൾക്ക് ഒരു വഴി ലഭിക്കും. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുവാൻ. ചെവി, വായ, കണ്ണ്, ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളിലൂടെ സ്വാധീനം നടത്തുവാൻ പിശാചുക്കൾ ശ്രമം നടത്തും. ആ ഭാഗങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ വ്യക്തിപരമായി ജീവിതത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ പിശാചുക്കളിൽ നിന്നുള്ള സ്വപ്നങ്ങളെ നമുക്ക് പരമാവധി ഒഴിവാക്കുവാൻ കഴിയും. ഇപ്പൊ ഈ സഹോദരൻ ഒരു മൂർഖൻ പാമ്പ് വന്ന് എൻ്റെ കയ്യിൽ കൊത്തുന്നു എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് എങ്ങനെ, ഈ സ്വപ്നം എങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ അതിനുള്ള മുഖാന്തരം എന്താണ്, ഏത് വഴിയിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്, അതാണ് നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഉടനടി തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പാസ്റ്ററെ ഇന്നതുപോലാണ് സംഭവിച്ചത്, ഇന്ന കാര്യം സംഭവിച്ച ദിവസമാണ് ഈ സ്വപ്നം ഞാൻ കണ്ടത്. അപ്പോൾ വഴി അവിടെ തുറക്കപ്പെട്ടു, അല്ലെങ്കിൽ വാതിൽ ഇദ്ദേഹം തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതൊരു പൈശാചിക സ്വപ്നം തന്നെയാണ്. പാമ്പ് വന്ന് തന്നെ കടിക്കുന്നതായിട്ട് കണ്ടു എന്നത് അതൊരു പൈശാചിക സ്വപ്നം തന്നെയാണ്. അതിനകത്ത് എന്താണ് അതിൽ ഉള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്? ആ സന്ദേശം എന്ന് പറയുന്നത്, സൂക്ഷിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്, ശാരീരിക രോഗം
സൂക്ഷിക്കണം. അത് പ്രാർത്ഥിച്ച് ഒഴിവാക്കാൻ കഴിയും. ഇതെല്ലാം റിവേഴ്സ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലൊരു സ്വപ്നത്തിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ റിവേഴ്സ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശാരീരിക രോഗങ്ങൾ, ശരീരത്തിൻ്റെ ഹെൽത്ത് സൂക്ഷിക്കണം. ഇത് വന്ന് കടിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരാക്രമണം അവിടെ സംഭവിക്കുന്നു എന്ന ഒരു സന്ദേശമുണ്ട്. മറ്റൊരു മേഖലയെന്ന് പറയുന്നത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാകുന്നുവെങ്കിൽ ആക്സിഡൻസ്. ആ രണ്ട് മേഖല പ്രാർത്ഥനയിൽ റിവേഴ്സ് ചെയ്താൽ മതി. ഇത് കാണുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് എവിടെയാണ് വാതിൽ തുറന്നു കൊടുത്തത് ആ വാതിൽ അങ്ങ് അടയ്ക്കണം. മാത്രമല്ല പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഈ രണ്ട് മേഖലയെ, ഒന്ന് ശാരീരികാരോഗ്യത്തെയും രണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാകുന്നുവെങ്കിൽ ആക്സിഡൻസിനെയും ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ സ്വപ്നത്തെ റിവേഴ്സ് ചെയ്യുക. ആ മേഖല നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. രണ്ടാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് പൈശാചിക സ്രോതസ്സാണ്. മൂന്നാമത്തെ സ്രോതസ് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ്. ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ കർത്താവ് നമുക്കൊരു സന്ദേശം തരികയാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും അല്പസമയം കൂടെ നമ്മുടെ ഓർമ്മയിലൂടെ കടന്നു പോകും. പെട്ടെന്ന് തന്നെ എഴുതി വയ്ക്കണം, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. ഈ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളെ നമുക്ക് പുതിയ നിയമ ഭാഷയിൽ രാത്രി ദർശനങ്ങൾ എന്നങ്ങ് വിളിക്കാം. അതായിരിക്കും നല്ലത്. അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ നമുക്ക് ഈ സ്വപ്നം, പൗലോസ് ത്രോവാസിൽ വെച്ച് ഒരു സ്വപ്നം കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, ദർശനം കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ ഉറക്കത്തിലാണ് സംഭവിച്ചെന്നുള്ളത് ഉറപ്പാണ്. അതിനെ ദർശനമെന്ന് വിളിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു സ്വപ്നമാകുന്നതിനാൽ പുതിയ നിയമഭാഷയിൽ സുവിശേഷങ്ങളിലൊക്കെ സ്വപ്നങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോസഫിന് സ്വപ്നം ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പിതാവാകുന്ന ജോസഫിനും, പഴയ നിയമത്തിലെ ജോസഫിനും സ്വപ്നം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ ഈ സ്വപ്നം എന്നൊരു കാര്യം ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളെ ദർശനങ്ങൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളെ നമുക്ക് രാത്രി ദർശനമെന്ന് വിളിക്കാം. കർത്താവ് അത് നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അത് പെട്ടെന്ന് എഴുതി വയ്ക്കണം. അവിടെ ചിലപ്പം മുന്നറിയിപ്പുകളും പരിശുദ്ധാത്മാവ് നൽകിത്തരും. ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പുകളും പരിശുദ്ധാത്മാവ് നൽകിത്തരും. വിവിധ കാര്യങ്ങൾ ആ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ രാത്രി ദർശനത്തിലൂടെ കർത്താവ് നമ്മളോട് ആശയവിനിമയം നടത്തും, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ മൂന്ന് സ്രോതസ്സുകളുണ്ട്. ഈ മൂന്ന് സ്രോതസ്സുകളിൽ ഇപ്പോൾ പൈശാചിക സ്വപ്നങ്ങളുടെ സ്രോതസ് വല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ആവർത്തിച്ച് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ സ്വപ്നങ്ങളുടെ മേഖലയിൽ അത് ചിലപ്പോൾ ഒരു പോർട്ടലായി തന്നെ, ഒരു തുറന്നു കിടക്കുന്ന ഒരു വാതിലായി തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഡിവൈനായിട്ടുള്ള പോർട്ടൽസ്, ദൈവത്തിൽ നിന്നുള്ള പോർട്ടൽസ് ഉണ്ട്. അതോടൊന്ന് വെച്ച് തന്നെ പിശാചിൽ നിന്നുള്ള സ്വപ്നത്തിൻ്റെ പോർട്ടൽസ് ഉണ്ട്. എനിക്ക് ചില വർഷങ്ങൾ, മേ ബി ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ വരെ ഭീകരമാകുന്ന നിലയിൽ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്ന ഒരു അറ്റാക്ക് തന്നെ ഉണ്ടായിരുന്നു, ഒരു ആക്രമണം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പോഴായിരുന്നുവെങ്കിൽ എനിക്കതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അതിനെ വളരെ നിസ്സാരമായിട്ട് നേരിടുവാൻ കഴിയുമായിരുന്നു. അന്ന് ഞാൻ കടുത്ത ഭയത്തിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രാത്രിയിലും, മിക്ക രാത്രിയിലും പാമ്പുകൾ, എന്തെങ്കിലും പാമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ഇന്ന് എനിക്കതറിയാം. അത് ഒരു പോർട്ടൽ തുറന്നു കിടക്കുകയായിരുന്നു. എനിക്കത് അടയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. അത് അടച്ചാൽ മതിയായിരുന്നു. പ്രാർത്ഥനയിൽ അത് അടയ്ക്കണമായിരുന്നു. ഒരു പോർട്ടൽ ഏതൊക്കെയോ നിലയിൽ എൻ്റെ ബാല്യകാല ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം, ഞാനായിരുന്ന സ്ഥലത്തൊക്കെ, ഞാനന്ന് പാർത്തിരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ആരാധനകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് സാധാരണമാകുന്ന ഒരിടത്തായിരുന്നു ഞാനായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഞാനും അറിയാതെ അവിടെയൊക്കെ പോയി കാണാൻ വേണ്ടിയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്.
അതൊക്കെ ആയിരിക്കും. എന്തോ ഒരു പോർട്ടല് അവിടെ തുറന്നു കിടന്നതുകൊണ്ടാണ് അങ്ങനെ ആവർത്തിച്ച് ഈ പാമ്പുകളെ സ്വപ്നത്തിൽ കണ്ടത്. നിങ്ങൾ എല്ലാ ദിവസവും പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നു എങ്കിൽ ഉറപ്പാണ് എവിടെയോ ഒരു കാര്യം തുറന്നു കിടക്കുകയാണ്. അത് നിങ്ങൾ അടയ്ക്കണം. അത് നിങ്ങൾ അടച്ച്, അതിനെ കീഴ്പ്പെടുത്തി, അതിനെ അടച്ച്, പ്രാർത്ഥനയിൽ അതിനെ അടച്ച് മാനസാന്തരപ്പെടണം. ഏതൊക്കെ മേഖലകളിൽ മാനസാന്തരപ്പെടുവാനുണ്ടോ ആ മേഖലകളിൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഭയത്തെ ഒഴിവാക്കണം. ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, അപ്പോൾ പിശാചിൻ്റെ രാജ്യത്തെ മുഴുവൻ തകർക്കുവാൻ വേണ്ടിയുള്ള അധികാരം ഒരു സാധാരണ വിശ്വാസിക്ക് കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അതിന് നിങ്ങൾ പാസ്റ്ററാകുകയോ അപ്പോസ്തലനാകുകയോ ഒന്നും വേണ്ട. യേശുക്രിസ്തുവിനെ രക്ഷകനെ കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവാകുന്ന യേശുക്രിസ്തു നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. അതാണ് വിശ്വാസം. ആ വചനം നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിശ്വസിക്കണം. ഭയത്തെ ഒഴിവാക്കണം. മാനസാന്തരപ്പെടുക, ഭയത്തെ ഒഴിവാക്കുക, വിശ്വസിക്കുക, വചനം കൂടുതൽ ധ്യാനിക്കുകയും വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ അധികാരമേറ്റെടുത്തിട്ട് നിങ്ങളെ ഇപ്പോൾ ആവർത്തിച്ചുപദ്രവിക്കുന്ന പൈശാചിക സ്വപ്നങ്ങളുടെ പോർട്ടലിനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ അടയ്ക്കുക. അങ്ങനെ വരുമ്പോൾ ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അവസാനിക്കും. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുക എന്നത് പിശാചിന് പല രൂപങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. അതിലൊരു രൂപമാണ്, അത് സാധാരണ സ്വീകരിക്കുന്ന ഒരു രൂപമാണ് പാമ്പിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അയാൾ ഒരു പാമ്പായിട്ടല്ലേ ഹവ്വയുടെ അരികിൽ വരുന്നത്. അപ്പം ആ പാമ്പ് പിശാചാകുന്നു എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം മാത്രം വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പഴയ നിയമത്തിൽ പിശാചിനെ കുറിച്ചുള്ള പരാമർശം വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പിശാചും അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ 2 രാജ്യങ്ങളുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവരാജ്യം, പിശാചിൻ്റെ രാജ്യം, ഇങ്ങനെ ഒരു വിഭജനം പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് പ്രഥമമായിട്ട് അങ്ങനൊരു കാര്യം വെളിപ്പെടുത്തുന്നത്. അവനൊരു രാജ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വന്ന പാമ്പ് പിശാചായിരുന്നു എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പിശാചിന് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു രൂപമാകുന്നു പാമ്പിൻ്റെ രൂപം എന്ന് പറയുന്നത്. പാമ്പുകളുടെ ഒരു രാജ്യം തന്നെ, ഒരു സെർപ്പന്റ് കിങ്ഡം തന്നെ ഉണ്ട് എന്ന് ഈ മേഖലയിൽ പഠനം നടത്തുന്നവർ കണ്ടെത്തിയിരിക്കുന്നു. വചനാടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയിരിക്കുകയാണ്. പാമ്പുകളുടെ ഒരു കിങ്ഡം തന്നെയുണ്ട്. അയാൾ ആ ഒരു മേഖല ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അനേകർ ഈ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നത്. പിശാചുക്കൾ പാമ്പുകളുടെ രൂപത്തിൽ വരികയാണ്. കരയിൽ നിന്നുള്ള പാമ്പുകളുണ്ട്, കടലിൽ നിന്നുള്ള പാമ്പുകളുണ്ട്, ഇനി ആകാശത്തിൽ നിന്ന് വരെയുള്ള പാമ്പുകളുണ്ട്, ഭൂമിയുടെ അധോ ഭാഗത്തു നിന്നുള്ള പാമ്പുകളുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമാകുന്ന മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുരാത്മ സ്വാധീനങ്ങളുണ്ട്. സ്വപ്നത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഈ പാമ്പ് വരുന്നത് കടലിൽ നിന്നാകുന്നുവെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവാണ് നിങ്ങളെ ഇപ്പോൾ എതിർക്കുന്നത്. അത് കരയിൽ നിന്നാകുന്നുവെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവ് നിങ്ങളെ ആക്രമിക്കുവാനോ എതിർക്കുവാനോ ശ്രമം നടത്തുകയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥനയിൽ അതിനെ റിവേഴ്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഈ മൂർഖൻ പാമ്പ് കടിച്ചു എന്ന
ആ വ്യക്തി, ആ സ്വപ്നം കണ്ട വ്യക്തി, ആ വ്യക്തിക്ക് വളരെ നിസ്സാരമായിട്ട് പ്രാർത്ഥനയിൽ ഈ കാര്യത്തെ റിവേഴ്സ് ചെയ്യുവാൻ കഴിയും. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈശാചിക ശക്തി, അവയുടെ പ്രവർത്തനം, നിങ്ങൾക്ക് വിരോധമായുള്ള പ്രവർത്തനം തകർന്നു പോകും. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. പിശാചുക്കൾ, ഇങ്ങനെ പാമ്പുകൾ പ്രവർത്തിക്കുമ്പോൾ അവ ഒരു ടീമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതെനിക്ക് വളരെ വർഷങ്ങൾക്ക് മുന്നമേ മനസ്സിലായ ഒരു കാര്യമാണ്. ഞാനൊരു അപകടത്തിൽപ്പെട്ട സന്ദർഭത്തിൽ അന്ന് എന്നെ എതിർത്ത 4 പേരായിരുന്നു. 4 ദുരാത്മാക്കൾ, പാമ്പുകളുടെ രൂപത്തിലായിരുന്നു. 4 ദുരാത്മാക്കളെ ഞാൻ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് അത് ആകാശമണ്ഡലത്തിൽ നിന്ന് വന്ന ഒരു ദുരാത്മ ആക്രമണമായിരുന്നു. ഉയരത്തിൽ നിന്നാണ് അവ വരുന്നത് ഞാൻ കണ്ടത്. അവയിൽ 3 എണ്ണത്തിനെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് തകർക്കുന്നുണ്ട്. ഒരാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർ ടീമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ഈ പാമ്പ് കയറി കയ്യിൽ കടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരാൾ മാത്രമല്ല, അവരൊരു ടീമായിട്ടായിരിക്കും. ആ ടീമിലെ ലീഡറായിരിക്കും വന്ന് ആക്രമണം ഏറ്റവും കൂടുതലായിട്ട് നടത്തുവാൻ മുൻനിരയിൽ വരുന്നത്. ഒരു ടീമായിരിക്കും. അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ഇന്ന കാര്യം, ഇതിപ്പോൾ ഈ കടിക്കുക എന്ന് പറയുമ്പോൾ ഒന്നിൽ രോഗം ആക്സിഡൻ്റ് ആകുമ്പോൾ അതൊരു പ്രോജക്റ്റ് ആയിരിക്കും. ഇന്ന രോഗം ഈ മനുഷ്യനിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റ് ഈ മനുഷ്യനിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു പ്രോജക്റ്റ് അവർക്കുണ്ടായിരിക്കും. അതുകൂടെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ എനിക്ക് വിരോധമായിട്ട് വന്നിരിക്കുന്ന ഈ പൈശാചിക സംഘത്തെ ഞാൻ തകർക്കുന്നു, അവരെ ഞാൻ ചിതറിപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കണം. അവരെ തകർക്കുന്നു, അവരെ ഞാൻ ചിതറിപ്പിക്കുന്നു. കർത്താവേ, അവരുടെ തലയെ തകർക്കുവാൻ അങ്ങത് അവരുടെ തലയെ കാൽവറിയിൽ തകർത്തിരിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി ആയുധത്തെ നൽകി തന്നിരിക്കുന്നതിനാൽ, ആയുധം നിങ്ങൾ സ്വീകരിക്കണം, ആയുധത്തെ നൽകി തന്നിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആയുധം ഉപയോഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. അപ്പൊ അവരുടെ സംഘത്തെ ചിതറിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കുക, ആ സംഘത്തെ തകർത്ത് കളയുക. ഇനി അവരുണ്ടാക്കിയിരിക്കുന്ന പ്രോജക്റ്റ്, നിനക്ക് വിരോധമായിട്ടുണ്ടാക്കിയിരിക്കുന്ന പ്രോജക്റ്റിനെ പ്രാർത്ഥനയിൽ തകർത്ത് കളയുക. സ്വപ്നത്തിൽ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കാണുവാൻ സാധ്യതയുണ്ടാവും. ഈ സഹോദരനെ കണ്ടത് ഒരു പാമ്പ് ഒന്ന് കയ്യിൽ കൊത്തുന്നതായിട്ടാണ് കണ്ടത്. ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റ് ചില കാര്യങ്ങളായിരിക്കും. ഒരു പാമ്പ് നിങ്ങളെ കടിക്കാൻ വേണ്ടി ഓടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനൊക്കെ ഓരോ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാവും. ഈ പാമ്പ് ചിലപ്പോൾ നിങ്ങളെ ഓടിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരിൽ നിന്ന്, മറ്റേതൊക്കെയോ വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ആക്രമണം, നിങ്ങൾക്ക് വിരോധമായിട്ടുള്ളൊരു ആക്രമണം അവിടെ സംഭവിക്കുന്നു എന്നാണ് അത് ചിലപ്പോൾ നൽകുന്ന ഒരു സന്ദേശം. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നുള്ള ഒരു വിച്ച് ക്രാഫ്റ്റിൻ്റെ ആക്രമണം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ സമയത്തും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണുവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഭയമാക്കി മാറ്റരുത്. ഇതിനെയെല്ലാം പ്രാർത്ഥനയിൽ റിവേഴ്സ് ചെയ്യുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഈ നിലയിലുള്ള വ്യത്യസ്തമാകുന്ന സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇതിനെ ഒരിക്കലും ഭയമായി മാറ്റരുത്. ഇതിനെ തകർക്കുവാൻ കഴിയും, ഇതിനെ റിവേഴ്സ് ചെയ്യുവാൻ കഴിയും, പ്രാർത്ഥനയിൽ റിവേഴ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വ്യക്തതയാണ് സ്വീകരിക്കേണ്ടത്. ഇത് ഈ ഡ്രീംസിൽ പാമ്പുകളെ കാണുന്ന വ്യത്യസ്തമാകുന്ന ഒരുപാട് നിലയിൽ ആളുകൾ വ്യത്യസ്തമാകുന്ന നിലയിൽ കാണുന്നുണ്ട്. അപ്പം അതെല്ലാം പഠനവിധേയമാക്കേണ്ട മേഖലയാകുന്നു. അതിനെല്ലാം സമാഹരിച്ച് ഒറ്റ വചനത്തിൽ ഈ കാര്യങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അത് നിങ്ങളങ്ങ് ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിച്ചാൽ മതി. ഇങ്ങനൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ട് എന്തായി തീരുമെന്ന് പേടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതിന് ശേഷം
പ്രാർത്ഥനയിൽ അതിനെ തകർക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഇവിടെ ചവിട്ടുവാൻ എന്ന് പറയുമ്പോൾ, കാൽ കൊണ്ട് ചവിട്ടുവാൻ എന്ന് പറയുമ്പോൾ അത് അധികാരത്തെയാണ് കാണിക്കുന്നത്. കാൽ കൊണ്ട് ചവിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമാകുന്നു. പിശാചുക്കൾ മുഖാമുഖം നിങ്ങളുടെ നേരെയല്ല നിൽക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഹൊറിസോണ്ടൽ ലെവലിലാകുന്നു യുദ്ധം നടക്കുന്നത്. പിശാചുക്കൾ നിങ്ങളുടെ കാലിന്റെ കീഴിലാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഭൂമിയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് ആർമി യുദ്ധം ചെയ്യുവാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആ സൈന്യം മുഖാമുഖമാണ് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഈ യുദ്ധം വ്യത്യസ്തമാകുന്നു. യേശുക്രിസ്തു സഭയുടെ തലയും നിങ്ങൾ സഭയുടെ ശരീരവും. ശരീരമാകുന്ന സഭയുടെ കാലിന്റെ കീഴിലുമാകുന്നു പിശാചായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചവിട്ടുവാൻ. ഇനി ഏതെങ്കിലും മേഖലയിൽ ഇയാൾ ഒരു ലീഗൽ റൈറ്റ് നേടിയിട്ട് ഇയാൾ വേറൊരു നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് മർക്കോസ് 16-18 പ്രസക്തമാകുന്നത്. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. കൈയുടെ നിലയിലേക്ക് വരികയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. ഇയാൾ കാലിന്റെ കീഴിലാണ് യഥാർത്ഥത്തിലായിരിക്കുന്നത്. അവിടെ നമ്മൾ ചവിട്ടിയാൽ മാത്രം മതി. ഇനി ഏതെങ്കിലും നിലയിൽ വേറൊരു തലത്തിലേക്ക് വരികയാണെങ്കിൽ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇത് ദേശശക്തികളെയും ആകാശശക്തികളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ ലോകാധിപതികളെയും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളെയും ഇവയുമായുള്ള ബന്ധത്തിൽ പല പ്രതലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ പ്രതലങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണമായിട്ട് ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തിന്റെ സ്വാധീന ശക്തിയെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണമായിട്ട് കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നതിനാൽ ആ അധികാരത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ജീവിക്കുക. ഇങ്ങനെയുള്ള എല്ലാ സ്വപ്നങ്ങളെയും, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളുടെ മുൻപിൽ പ്രതിസന്ധി കൊണ്ടുവരുവാൻ ശ്രമം നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളെയും റിവേഴ്സ് ചെയ്യുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഫോർ വാണിംഗ് അല്ലേ, മുന്നറിയിപ്പുകളല്ലേ. ഈ മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് ഫോർ വാണിംഗ് ഈസ് ഫോർ ആമിങ്. നമുക്കൊരു മുന്നറിയിപ്പ് ലഭിക്കുകയാണ് എങ്കിൽ നമുക്ക് 2 കൈക്ക് പകരം 4 കൈ ലഭിക്കുകയാണ്. സോ ഫോർ വാണിംഗ് ഈസ് ഫോർ ആമിങ് ആൻഡ് 4 arms are better than 2 arms. 2 കൈകളെക്കാട്ടിലും നല്ലതാകുന്നു 4 കൈകൾ. കാരണം മുന്നിലും പിന്നിലും നമുക്ക് സംരക്ഷണം ലഭിക്കുകയാണ്. ഈ നിലയിലുള്ള സ്വപ്നങ്ങൾ മുന്നറിയിപ്പുകളാണ്. മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, വിജയിച്ചു. പ്രാർത്ഥനയിൽ നമുക്കതിനെ തകർക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ ആ ശക്തികളെ നമുക്ക് ഇല്ലാതെയാക്കുവാൻ കഴിയും. അവയുടെ പ്രാപ്തികളെ നമുക്ക് ഇല്ലാതെയാക്കുവാൻ കഴിയുമെന്നുള്ള ധൈര്യത്തോടും ഉറപ്പോടും വിശ്വാസത്തോടും വെളിപ്പാടോടും കൂടെ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളെ റിവേഴ്സ് ചെയ്യുക, വിജയികളായിട്ട് മുന്നോട്ട് പോകുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ ക്ലീൻ ആകുവാൻ പോകുന്നു, വളരെ വിശുദ്ധമാകുവാൻ പോകുന്നു. ആവശ്യമില്ലാത്തതൊന്നും സ്വപ്നങ്ങളിൽ കയറുവാൻ കഴിയാത്ത നിലയിൽ ഡിവൈൻ പോർട്ടലും പ്രോഫറ്റിക് പോർട്ടലും അങ്ങനെയുള്ള അനോയിന്റിങ് പോർട്ടലും അങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ മാത്രം ഓപ്പണായിട്ട് ബാക്കിയുള്ള പോർട്ടൽസിനെ മുഴുവൻ അടച്ചു കളഞ്ഞിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകുക. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ദർഭത്തിൽ അങ്ങയുടെ ജനത്തെ സ്പർശിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വപ്നങ്ങൾ മുഖാന്തരമായി പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശേഷിച്ചും പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നവർ യേശുവിൻ നാമത്തിൽ ആ പോർട്ടൽ അടഞ്ഞു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഇനി ഒരിക്കൽ പോലും പാമ്പുകളെ സ്വപ്നത്തിൽ കാണുവാൻ കഴിയാത്ത നിലയിൽ ആ പോർട്ടലുകൾ അടഞ്ഞു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്തരത്തിലുള്ള സ്വപ്നങ്ങളെ റിവേഴ്സ് ചെയ്യുവാനുള്ള പ്രത്യേകമാകുന്ന വെളിപ്പാട് ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.